അവിശ്വാസികളായ സ്ത്രീകളെ സർക്കാർ സ്പോൺസർ ചെയ്ത് മലകയറ്റിയെന്ന് ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ. ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് പൊറോട്ടയും ബീഫും നൽകിയാണെന്ന് പറഞ്ഞ N.K. പ്രേമചന്ദ്രൻ എം.പിയെ ആക്രമിക്കേണ്ട കാര്യമില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്തോ എന്ന് തനിക്കറിയില്ല. 2018-ൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാൻ CPM തീരുമാനിച്ചപ്പോൾ ഒരു കോൺഗ്രസുകാരനെയും കണ്ടില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയിലെ SIT അന്വേഷണം കോഴിയെ കുറുക്കനെ ഏൽപ്പിച്ച പോലെയാണ്. തിരക്കഥ അനുസരിച്ചാണ് അന്വേഷണമെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. ഈ കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെയുള്ള ഒരു സമീപനമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഫലം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ആരായി ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്? ആദ്യം ഈ ദേവസ്വത്തിന്റെ വിജിലൻസ് ഇവിടെ അന്വേഷിച്ചു. ദേവസ്വത്തിന്റെ സ്വർണം കൊള്ളയടിച്ച ഒരാളെ തന്നെയാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തിരക്കഥ, ഈ അന്വേഷണം എങ്ങനെ പോകണം, അതേ തിരക്കഥയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്ഥലത്തുണ്ടായിട്ടും അവർ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ അറിവോടുകൂടി ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് എന്ത് മൊഴിയാണ് കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്.